നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ ഇതാണ് നമ്മുടെ ലീഡർ. ഇയാളൊരു ആഗ്രഹം പാട്ട് കേൾക്കാൻ അങ്ങോട്ട് വരണം. അങ്ങനത്തെ പാട്ട് സ്നേഹത്തോടെ അനിയനെന്നാണ് വേടാന്ന് വിളിച്ചത്. സാറെ വിളിച്ച് ബഹുമാനിക്കേണ്ടതാണ്. സന്തോഷം. ഇത് കിൻഷിപ്പ് എ ഹോം ഫോർ ഡിഫറെന്റ്ലി ആപ്പിൾ. ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഇവിടെ എന്നും 50 പേര് വരും. ഫിസിക്കലി ചലഞ്ചർ ഉള്ളവർക്കാണ്. അതായത് അപകടം മൂലമോ ജന്മനാലോ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തത് വൃത്തിയാക്കാനോ പല്ല് തേക്കാനോ ഒന്നും കഴിയാത്തവരെ ഈ സ്ഥാപനത്തിൽ കൊടുത്തിട്ട് 10ഓളം തെറാപ്പികളാണ് ചെയ്യുന്നത്. ഒക്കുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, തെറാപ്പി, അങ്ങനെ കുറെ തെറാപ്പികൾ ചെയ്തിട്ട് അവരെ മാക്സിമം അവർക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും അവരെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തത് വൃത്തിയാക്കാനും അവരെ പഠിപ്പിച്ച് കൂടെ ചാടാൻ നടക്കാന്നുള്ളതല്ല, സ്വയം അവരെ പര്യാപ്തത വരുത്തുന്ന ഒരു സ്ഥാപനം. കാരണം അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവർക്കും സ്വാതന്ത്ര്യത്തോടെ സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് കിൻഷിപ്പിന്റെ എയിം. 12 വർഷമായി കിൻഷിപ്പ് ഇവിടെ തിരൂരില്. ഇത് 1 വർഷമായിട്ടുള്ള ഈ സ്ഥാപനം ഇവിടേക്ക് വന്നിട്ട്, കാരണം ഒരു മനുഷ്യൻ 25 സെന്റ് സ്ഥലം അബ്ബാസ് ഖാൻ എന്ന മനുഷ്യൻ തന്നതാണ് 25 സെന്റ് സ്ഥലം. ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ ഫിസിക്കലി ഇവരെ കൈ കാലിനും പ്രാപ്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും. ഈ 300 പരം ആൾക്കാർക്കും ഞങ്ങൾ എഴുത്തും വാങ്ങി പഠിപ്പിച്ച് ഒരു SSLC +1 +2 ഒക്കെ ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? എന്നേതോ പൊന്നച്ച നീ അരിയും കുരലും ചങ്കും എല്ലാവരുടെ പൊന്മകനെ ഞാൻ മോന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച നീ മോന്തിയ മധു നിഞ്ചോര ചുടുചോര പൊന്മകനെ ഞാൻ കിട്ടിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ അക്കാലം മാമലയോ നമ്മുടതല്ലേ മകനെ കായ കയവും കരയും ആരുടെയും അല്ലൻ മകനെ പുഴുപുലികൾ പക്കി വരുന്നുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം രീതിയിൽ പറഞ്ഞപ്പോ ഇവിടെ വന്നത് നമ്മുടെ പേര് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അത്രയും യോഗമായിട്ടുള്ള 2 മനുഷ്യന്മാരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. നമ്മളെ കൂടെ നിൽക്കുക, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും എല്ലാവർക്കും കൂടെ എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇത്രയും തിക്കും തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് വന്നതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കണ്ടുപോയി. ഞങ്ങൾ ഈ ആഗ്രഹം അബ്ദുറഹ്മാൻ സാഹിബിനോട് പറഞ്ഞിറക്കി ഇട്ടുകൊണ്ട് പൈസക്കായിരിക്കും. പൈസക്കൊക്കെ ഒപ്പിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാം ഞങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ.
ഇയാൾക്ക് തിരൂർ അറിയപ്പെടുന്ന ആളെയും അപകടം നല്ലോണം പഠിക്കായിരുന്നു ഇവിടെ കൊണ്ടുവരുന്ന 4 പേര് ഇവിടെ കൂട്ടത്തിലേക്ക് ഇവരെ കൊണ്ടുപോയാൽ അത് അപകടത്തിന് സാധ്യത ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം തന്നെ വേടൻ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്താണ് പറയാനുള്ളത്? ഞാൻ ഭയങ്കര അതീവ സന്തോഷത്തിലാണ്. ഞാൻ ഇപ്പോൾ കാലത്ത് റഹ്മാനിക വന്ന് പറഞ്ഞു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നല്ല മക്കൾ കൂടി ഉണ്ട്, അവരെ ഒന്ന് വന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് പോവാ. പിന്നെ നമ്മൾ വേറൊരു പരിപാടി ഉണ്ടാക്കിയാണത്. ഇപ്പോൾ വെറുതെ വന്ന് കാണില്ല ചെയ്തത്, നമ്മൾ ഇതിന് നല്ലൊരു ആഘോഷ പരിപാടി ആക്കിയിട്ട് മക്കളെല്ലാവരും കാണാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഏതായാലും മക്കൾക്ക് വേണ്ടി 2 പേര് പ്ലീസ് ഇവിടെ നിന്ന്. ഓക്കെ, കടലമ്മ പാടിയാൽ മതി മക്കളെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മൾ ഇന്നലെയാണ് മാമലയ്ക്ക് ബന്ധപ്പെടുക ഉണ്ടായത്, നാളെ പ്രോഗ്രാമിൽ പോകാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ക്രൗഡിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് പറയുകയുണ്ടായി. നമ്മളെപ്പോലെ ആളുകളവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നമുക്കറിയാലോ, കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.